അങ്ങനെ ഏഷ്യ കപ്പിൽ ഇന്ത്യ ഇന്ന് ആദ്യമായിട്ടൊരു മത്സരത്തിന് ഇറങ്ങുകയാണ്. ഇന്ത്യയുടെ ആദ്യ മത്സരം എന്നതിലുപരി എല്ലാവരും ഉറ്റുനോക്കുന്നത് സഞ്ജു സാംസൺ ഇന്ത്യൻ ലെവലിൽ ഉണ്ടാവുമോ എന്നാണ്. പക്ഷെ ഒട്ടും തന്നെ സഞ്ജു സാംസൺ ആരാധകർക്ക് സന്തോഷിക്കേണ്ട വാർത്തകളല്ല ടീം മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം നടന്ന അവസാന പ്രാക്ടീസ് സെഷനിൽ സഞ്ജു സാംസന് ബാറ്റ് ചെയ്യാനുള്ള അവസരം പോലും നൽകിയില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം ജിതേഷ് ശർമ്മ കാര്യമായ രീതിയിൽ ബാറ്റിങ്ങും വിക്കറ്റ് കീപ്പിങ്ങും ഒക്കെ ചെയ്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ ഏകദേശം വ്യക്തമാണ് സഞ്ജു സാംസൺ ഉണ്ടാവില്ല. ഇതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹത്തിന് പരിക്കാണ്, അദ്ദേഹം മുടങ്ങി നടക്കുന്നുണ്ട് എന്നൊക്കെയുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. അപ്പം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ പ്രതീക്ഷ ഇല്ല. ഇനിയിപ്പോൾ അത്ഭുതങ്ങൾ സംഭവിച്ചാൽ മാത്രമേ അദ്ദേഹം ഓപ്പണറായിട്ടൊക്കെ ഉണ്ടാവുകയുള്ളൂ. പിന്നെ ഇത് സഞ്ജു സാംസൺ ആദ്യമായിട്ട് സംഭവിക്കുന്നതല്ല. ഈ നയോളം അദ്ദേഹം അവഗണനയിലൂടെ തന്നെയാണ് ഇങ്ങനെ നിലനിന്ന് വന്നത്. എന്നാൽ കിട്ടിയ ചാൻസ് എല്ലാം ഉപയോഗപ്പെടുത്തി കളിച്ച ആളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, കഴിഞ്ഞ 10 ഇന്നിങ്സിൽ 3 സെഞ്ചുറി അടിച്ച ആളാണ്. വേറെ ഏതെങ്കിലും ഒരു താരത്തിന് അങ്ങനെ ഒരു ഗതികേട് ഉണ്ടാവുമോ? 10 ഇന്നിങ്സിൽ 3 സെഞ്ചുറി അടിച്ചിട്ട് ടീമിലുണ്ടാവുമോ ഇല്ലയോ എന്നുള്ള ഉറപ്പില്ലാത്തൊരവസ്ഥ. ലോക ക്രിക്കറ്റ് ചരിത്രത്തിൽ ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടാവുമോ? എനിക്ക് തോന്നുന്നില്ല. പക്ഷെ സഞ്ജു സാംസൺ ഉണ്ട്. നോ ഗ്യാരണ്ടി നല്ല സാധ്യതയില്ല. സൂര്യകുമാർ യാദവിനോട് ഇന്നലെ പത്രസമ്മേളനത്തിനിടയിൽ മാധ്യമപ്രവർത്തകൻ ചോദിച്ചു സഞ്ജു സാംസൺ ടീമിലുണ്ടാവുമെന്ന്. അപ്പോൾ സൂര്യകുമാർ യാദവ് കളിയാക്കി പറഞ്ഞു, ഞാൻ ഇത് കഴിഞ്ഞിട്ട് തനിക്ക് ടീമിനെ ടെക്സ്റ്റ് ചെയ്ത് തരാമെന്ന്. ഞങ്ങൾ അദ്ദേഹത്തിന് നല്ല രീതിയിൽ പരിപാലിക്കുന്നുണ്ട്. ഉണ്ടാവുമോ ഇല്ലയോ എന്നൊന്നും ഇപ്പം ഞാൻ പറയുന്നില്ല, നാളെ അറിയാമെന്ന്. അതിൽ നിന്നും ഒരു പ്രതീക്ഷയൊന്നും ഇല്ല. ഇപ്പോൾ ബുംറ ടീമിലുണ്ടാവുമോ അല്ലെങ്കിൽ ഹാർദിക് പാണ്ഡ്യ ടീമിലുണ്ടാവുമോ എന്നൊന്നും ആരും ചോദിക്കുന്നില്ലല്ലോ. ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം അവർ 100% ഉറപ്പാണ്. പക്ഷെ സഞ്ജു സാംസൺ കാര്യം ഒരു ഉറപ്പുമില്ല. എന്താ ചെയ്യുക? എന്തുതന്നെയായാലും ഇന്ത്യ അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു T20 മത്സരത്തിന് ഇറങ്ങുകയാണ്. ഇന്നത്തെ ഒരു മത്സരമായിട്ടൊന്നും കാണണ്ട. താരതമ്യേന വളരെ ദുർബലമായ ഒരു ടീമാണ്. ഇന്ത്യയാണെങ്കിൽ അതിശക്തമായ ടീമാണ്. അതിപ്പോൾ സഞ്ജു സാംസൺ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ കേട്ടോ. നമ്മളൊരിക്കലും സഞ്ജു സാംസൺ ഇല്ലെങ്കിൽ ഇന്ത്യ വളരെ മോശമായ ടീമാണെന്നൊന്നും അല്ല പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. അത് വേറെ കാര്യം. സഞ്ജു സാംസൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു താരമാണ്. അതിൻ്റെ ഒരു സ്നേഹം നമുക്കുണ്ട്. പിന്നെ അദ്ദേഹം മികച്ചൊരു കളിക്കാരനാണ്, നമുക്കെല്ലാവർക്കും മനസ്സിലായതാണ്. അപ്പോൾ അങ്ങനെ ഒരാളെ ഇങ്ങനെ തഴയുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷമം, അതുകൊണ്ടൊക്കെ നമ്മൾ അദ്ദേഹത്തിന് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നതാണ്. സഞ്ജു സാംസൺ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇന്ത്യ അതിശക്തമായ ടീമാണ്. ലോകത്തിലെ നമ്പർ 1 T20 ടീമാണ്. നമ്പർ 1 പ്ലെയേഴ്സ് ഉള്ള ടീമുകളാണ്. ഏത് ടീമിനും ഇന്ത്യയോടൊത്ത് പിടിച്ചു നിൽക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഇരിക്കെ UAE പോലുള്ളൊരു ടീം എന്ത് ചെയ്യുമെന്നുള്ളതിലാണ് കൗതുകം. പിന്നെ ടിക്കറ്റ് വിൽപ്പനയുടെ ഒരു കാര്യം നിങ്ങളെല്ലാം കേട്ടിരിക്കുമല്ലോ. അതായത് സാധാരണ ഇന്ത്യ പൈസ മത്സരങ്ങളുടെ ടിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചൂടപ്പം പോലെ വിറ്റ് പോകുന്നതാണ്. പക്ഷേ ഇപ്രാവശ്യം അത്രയ്ക്ക് അങ്ങോട്ട് വിറ്റ് പോയിട്ടില്ല എന്നാണ് പറയുന്നത്. അത് മറ്റ് കാരണങ്ങൾ കൊണ്ടൊന്നുമല്ല. ഈ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിൻ്റെ ടിക്കറ്റുകൾ വിൽക്കുന്ന ഒരു പാക്കേജ് ആയിട്ടാണ്. അതായത് UAE മത്സരങ്ങളും കൂടി അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. അവർക്കൊന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേറെ മാർഗ്ഗമില്ലാത്തതുകൊണ്ട് ഈ ഇന്ത്യ പാകിസ്ഥാൻ ടിക്കറ്റ് കിട്ടണമെങ്കിൽ UAE മത്സരങ്ങളും കാണുന്ന രീതിയിലുള്ളൊരു പാക്കേജ് എടുക്കണം. അതിന് അത്യാവശ്യം പൈസയുണ്ട്. UAE മത്സരങ്ങൾ കാണാൻ ഇപ്പോൾ എത്ര പേർക്ക് താല്പര്യം ഉണ്ടാവും? അതുകൊണ്ട് തന്നെ ടിക്കറ്റ് വിൽപ്പന വളരെ മന്ദഗതിയിലാണ് എന്നാണ് പറയുന്നത്. ഇനി അവസാന ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ മാത്രമായിട്ടുള്ള ടിക്കറ്റ് ലഭിച്ചേക്കാം എന്നും അറിയാൻ കഴിയുന്നു. എന്തുതന്നെയായാലും ഇന്ന് 8 മണിക്ക് ആരൊക്കെ പൂണ്ട് വിളയാടും എന്നുള്ള കാര്യം നമുക്കറിയാം, കാണാം. ആര് കളിച്ചാലും ഇല്ലെങ്കിലും ഇന്ത്യയുടെ വിജയം അത് ഇന്ന് മാത്രമല്ല, കപ്പ് നമുക്ക് തന്നെ.